ഇപ്പോൾ സെന്റൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടും. സബ്ജക്റ്റ് പാർട്ട്, ആഫ്റ്റർ ദ സബ്ജക്റ്റ് ദ ഹോൾ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. ഈ പ്രെഡിക്കേറ്റിലാണ് വെർബ് ഉള്ളത്. 3 ടൈപ്സ് ഓഫ് വെർബ്സ് എന്ന് പറഞ്ഞു. ആക്ഷൻ വെർബുകൾ, പൊസിഷൻ വെർബുകൾ, അതുപോലെ തന്നെ ഉടമസ്ഥതയെ കാണിക്കുന്ന വെർബുകൾ. ഇപ്പോൾ ഹീസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഈസ് റൈറ്റിംഗ് ഒരു ആക്ഷൻ വെർബാണ്, ലെക്സിക്കൽ വെർബ് എന്ന് പറയും. ഐ ആം എ ടീച്ചർ, ഹീസ് എ ടീച്ചർ എന്ന് പറയുന്നതിലൊക്കെ ഈസ് ആം ആർ, അതുപോലെ വി ആർ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നതിൽ ആർ ഈസ് ആം അതിന്റെ പാസ്റ്റ് വാസ് വേറൊക്കെ പൊസിഷൻ വെർബ്. പിന്നീടാണ് പൊസഷൻ വെർബുകളായ ഹാവ്, ഹാസ്, ഹാഡ്, ഉണ്ട് എന്നതിൽ ഐ ഹാവ് എ കാർ, ഷീ ഹാസ് എ കാർ, ഐ ഹാഡ് 2 cars എന്നൊക്കെ പറയും. ഇതാണ് വെർബുകളെ കുറിച്ച് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ സെന്റൻസിലെ ഒബ്ജക്റ്റിനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഇംഗ്ലീഷിലെ ഡെഫിനിഷന് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ. പക്ഷെ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡെഫിനിഷനിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ഒബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഈസ് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ ഹു ഓർ വാട്ട് ടു ദ വെർബ്. അതായത് ഒരു സെന്റൻസിലെ ക്രിയയോട് ആരെ, ആർക്ക്, ആരോട്, എന്ത്, എന്തിനെ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. ഒന്നുകൂടി പറയാം, ഒരു ഒബ്ജക്റ്റ്, ഒരു ക്രിയയോട്, അത് ക്രിയ എന്ന് പറയുന്നത് ഏതാണ്? ഒബ്ജക്റ്റുകൾ ഉണ്ടാവുന്നത് ഒരു വെർബുകൾക്ക് മാത്രമേ ഉണ്ടാവൂ, അതായത് ആക്ഷൻ വെർബിന് മാത്രമേ ഉണ്ടാവൂ. ഹാസ്, ഹാവ്, ഈസ്, ആം, ആർ ഒന്നും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഒരു ആക്ഷൻ വെർബിനോട് അല്ലെ ലെക്സിക്കൽ വെർബിനോട് ആരെ, ആർക്ക്, ആരോട്, ഇതിന് മൂന്നിനും പറയുന്നത് ഇംഗ്ലീഷിൽ ഹും എന്നാണ്. അതുപോലെ എന്ത്, എന്തിനെ, വാട്ട്, WHAT, ഈ ചോദ്യം ചോദിക്കുകയും ഈ ചോദ്യത്തിനായി എന്തെങ്കിലും ഒരു ഉത്തരം ആ സെന്റൻസിന്റെ പറ്റും, അതായത് വെർബിന് ശേഷം ഉണ്ട് എങ്കിൽ മാത്രമേ അത് ഒബ്ജക്റ്റ് ആവൂ. അതാണ് മലയാളത്തിൽ നമുക്ക് പറയും, നമുക്ക് വെർബ് എന്താണോ ആ വെർബ് ആരുടെ പേരിലാണോ അല്ലെ ആരാണോ ക്രിയ ചെയ്തിട്ട് അതിൽ ബാധിക്കുന്നത്, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതിലൊന്നും കൂടി പറയാം, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്നതും ഇല്ലാതാക്കപ്പെടുന്ന ഒബ്ജക്റ്റാണ്. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഏറെക്കുറെ നമുക്ക് അത് കണ്ടെത്താൻ പറ്റുന്ന രീതിയാണ്. അതായത് ഒബ്ജക്റ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ ഹു ഓർ വാട്ട് ടു ദ വെർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണ സെന്റൻസ് പറയാം, ഐ ആം ടീച്ചിങ് ദം എന്ന് പറയും. അതായത് ഞാൻ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം സബ്ജക്റ്റ് ഐ ആണ്, എന്തുകൊണ്ടാ പഠിപ്പിക്കുക എന്നതിൽ ക്രിയ ചെയ്യുന്നത് അതിന് ഐ ആണ്. അപ്പൊ പിന്നീട് വരുന്നത് ദബ്ബാണ്. അവിടെ ദബ് എന്ന് പറഞ്ഞാൽ അവരെ എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്രിയ ഈ ദബ് എന്താണെന്ന് നമുക്ക് അറിയില്ല, ഒബ്ജക്റ്റ് ആണെന്ന് അറിയില്ല, സബ്ജക്റ്റ് വെർബ് കണ്ടുപിടിച്ചപ്പോൾ വെർബ് എന്താണ്, ഒരു ആക്ഷൻ വെർബാണെന്ന് അറിയാം. അപ്പൊ ആക്ഷൻ വെർബിനോട് നമ്മൾ ചോദിക്കുകയാണ് കും എന്ന് ചോദിക്കുകയാണ്. കും ടീച്ചിങ്, ആരെ പഠിപ്പിക്കുന്നു. അതായത് ഉത്തരം പദം ആരെ പഠിപ്പിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരെ പഠിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ദബ് സബ്ജക്റ്റ് ആയിട്ട് അത് അതിന് ഉത്തരമായി വന്നതുകൊണ്ട് ദബ് എന്താണ്, അതിലെ ഓബ്ജക്റ്റ് ആണ്. മനസ്സിലാക്കേണ്ടത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്നത് കർമ്മം എന്നാണ്. ഇത് കൺഫ്യൂഷൻ ആയിപ്പോയി. കർമ്മം എന്ന് പറയുന്നത് വെറും ഒബ്ജക്റ്റിന്റെ ഇംഗ്ലീഷിലെ ഒബ്ജക്റ്റിന്റെ പേര് മാത്രമാണ്. കർമ്മം എന്ന് പറയാൻ ക്രിയ എന്നുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥം നിങ്ങൾ എടുക്കണ്ട. അതുപോലെ നമ്മൾ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് കർത്താവ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, പക്ഷെ സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കർത്താവ് ആയി വരുന്ന സാധനമാണ്. അതുപോലെ തന്നെയാണ് ഒരു സെന്റൻസിലെ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് പേരായി കർമ്മം എന്നതാണ്. കർമ്മം എന്ന് പറയുന്നത് എന്താണ്, പ്രവർത്തി ചെയ്യുന്ന അർത്ഥം. ആ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. അപ്പൊ ഒബ്ജക്റ്റ് പേരായിരിക്കുന്ന കർമ്മം മാത്രമാണത്. കർമ്മത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകണ്ട. അതിന് മീനിങ് എന്ന് പറയുന്നത് ക്രിയ ചെയ്യുക തന്നെയാണ്. ഇവിടെ ഐ ആർ ടീച്ചിങ് തമ്മിൽ ദം ഒബ്ജക്റ്റ് ആവുന്നത് അതുകൊണ്ടാണ്, അതായത് കർമ്മമാകുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഐ ആം ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഐ സബ്ജക്റ്റ് ആണെന്ന് അറിയാം, ഡ്രിങ്കിങ് ടീ, ഡ്രിങ്കിങ് എന്ന് പറയുന്നതാണ് അതിലെ വെർബ് എന്ന് അറിയാം. ആം ഡ്രിങ്കിങ്ങിനോട് ചോദിക്കുകയാണ്, കുടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരെ കുടിക്കുകയാണ്, ആർക്ക് കുടിക്കുകയാണ്, ആരോട് കുടിക്കുകയാണ് ഉത്തരമായിട്ട് എന്ത് വരുന്നില്ല, ടീ വരുന്നില്ല, ചായ വരുന്നില്ല. പിന്നെയോ എന്ത് കുടിക്കുകയാണ്, വാട്ടും ചോദിക്കട്ടെ, 2 ചോദ്യങ്ങളല്ലേ. എന്ത് കുടിക്കുകയാണ്, ചായ കുടിക്കുന്നു. അപ്പൊ ചായ അതിന്റെ ഒബ്ജക്റ്റ് എന്താണ്, ഈ ഉത്തരം എന്താണ്, എന്ത് കുടിക്കുകയാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഏത് വരുന്നുണ്ട്, ഉത്തരമായിട്ട് ചായ വരുന്നുണ്ട്. അതുകൊണ്ട് ചായ അതിലെ ഓബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഷീ ഈസ് റൈറ്റിംഗ് സ്റ്റോറി.
അപ്പോൾ ഈസ് റൈറ്റിംഗ് ആണ് അതിൽ വെർബ്, ഷീ സബ്ജക്റ്റ് ആണ്, ആരെഴുതുന്നു, ആർക്കെഴുതുന്നു, ആരോട് എഴുതുന്നു. ഒരിക്കലും എന്താവുന്നില്ല, സ്റ്റോറി എന്ന് പറയുന്നത് അതിന് ഉത്തരവാദില്ല. പിന്നെ എന്ത് എഴുതുകയാണ്, എന്താണ് സ്റ്റോറി. ഇങ്ങനെ ഒരു ലെക്സിക്കൽ വെർബിനോട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ വെർബിനോട് ആരെ, ആർക്ക്, ആരോട്, എന്ത്, എന്തിന്, എന്നീ ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം മാത്രമാണ് ഒബ്ജക്റ്റ്. ഒരു സെന്റൻസ് കൂടി ഞാൻ പറയാം. ഐ ആം ടീച്ചിങ് ദം ഇംഗ്ലീഷ്. ഒരു സെന്റൻസ് ആണ്, ഐ ആം ടീച്ചിങ് ദം ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് അറിയാം, ആം ടീച്ചിങ് ആണ് അതിൽ വെർബ്. അപ്പൊ നമ്മൾ അപ്പുറത്ത് വെർബിന് ശേഷം എന്തുകൊണ്ട് ദബ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഞാൻ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെന്നുള്ളതിന്റെ അതാണ് അതിലെ മലയാളത്തിലെ അർത്ഥം, ആ സെന്റൻസിന്റെ ആശയം. അപ്പോ പഠിപ്പിക്കുകയാണെന്നുള്ളത് ചോദിക്കുകയാണ്, ആരെ പഠിപ്പിക്കുകയാണ്, അവരെ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് കിട്ടി. പിന്നെ എന്നിട്ടാണ് ഇംഗ്ലീഷ് ഉണ്ട്. ഇപ്പോൾ ആരെന്നുള്ള ചോദ്യത്തിന് മുമ്പ് ചോദിച്ചിട്ട് ഒരു ഉത്തരം കിട്ടി, ഇംഗ്ലീഷിൽ ഞാൻ ചോദിക്കട്ടെ. മുമ്പിന്റെ ആരെന്നുള്ള ചോദ്യത്തിന് കിട്ടിയാൽ ആർക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ത് പഠിപ്പിക്കുകയാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. മുമ്പ് ചോദിച്ചപ്പോൾ എന്ത് കിട്ടി, ദബ് കിട്ടി. എന്ത് പഠിപ്പിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ എന്ത് കിട്ടി, ഇംഗ്ലീഷ് കിട്ടി. ഇങ്ങനെ രണ്ട് തരം ഒബ്ജക്റ്റ് അവിടെ, ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും. അപ്പോൾ ഇത്തരം എന്താണ് ക്രിയകളിൽ, അതായത് ആക്ഷൻ വെർബുകളിൽ മാത്രമേ നമ്മൾ ഒബ്ജക്റ്റ് തേടിപ്പോകേണ്ട ആവശ്യമില്ല. എന്താണ് ആക്ഷൻ വെർബിൽ മാത്രമേ ഒബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്ന രീതി ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന അതേ ഡെഫിനിഷനും